الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. فقد قال الله سبحانه وتعالى في كلامه اللذيذ: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം റബീഉൽ അവ്വലിൻ്റെ പുണ്യദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് ആഗമനം ചെയ്തതും വഫാത്തായതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്പമുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം തിരുദൂതർ ജനിച്ചതും വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണ്. അത്തരമൊരു പുണ്യ ദിനത്തിലേക്കാണ് നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതോടൊപ്പം കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഓണവും റബീഉൽ അവ്വലും എന്ന ഒരു ചർച്ചയെക്കുറിച്ച് ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മാസം ആളുകളൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്. ഏത് മൂഡ് എന്നൊരു ചോദ്യമുണ്ട്, ഏത് മൂഡ് എന്ന ഒരു പാട്ടുമുണ്ട്. ആ പാട്ടിലും ആ മൂഡിലുമാണ് ആളുകൾ എന്നുള്ളത്. അതൊരു ആഘോഷ മൂഡ് മനുഷ്യന്റെ ജീവിതത്തിൽ പൊതുവെ കടന്നു വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിൽ മുസ്ലിം സമുദായവും വ്യത്യസ്തരൊന്നുമല്ല. ഒരുപക്ഷെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റീൽസുകളും വീഡിയോകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ആഘോഷപൂർവ്വം അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് മുസ്ലിം സമുദായമാണ്. കഴിഞ്ഞ ദിവസം ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടുന്നതിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഓണത്തിന്റെ വെട്ടാണ്, എൻ്റെ മകന്റെ ഉത്തരവാദിത്തമാണ്, രാവിലെ 1 മണി വരെ കാണുമെന്നാണ്. നമ്മളൊക്കെ പെരുന്നാളിന് മാത്രം ഒരു പെരുന്നാൾ വെട്ട് കേട്ട കടും വെട്ടുകൾ ഇന്ന് ഓണവെട്ടിലേക്ക് ചുവടുമാറി മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന ദൗർഭാഗ്യം മുസ്ലിം ഉമ്മത്തിനുണ്ട്. നാളെ ചിലപ്പോൾ ഒരു പരാതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓണത്തെ മുസ്ലിം സമുദായം ഹൈജാക്ക് ചെയ്യുകയാണോ എന്നൊരു ചോദ്യം ചിലപ്പോൾ അപ്പുറത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 1,24,000 അംബിയാ മുർസലുകളുടെ കൂട്ടത്തിൽ ദുർഗയും ലക്ഷ്മിയും ഉണ്ട് എന്ന് ഒരു കുട്ടി പറഞ്ഞത് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ്.
അത്രമാത്രം ഒരു ആഘോഷ മൂഡിലേക്ക് മുസ്ലിം സമുദായവും കടന്നു വന്നിരിക്കുന്നതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഇന്ന് ക്യാമ്പസുകളിലാണെങ്കിലും ക്യാമ്പസുകളുടെ പുറത്താണെങ്കിലും മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ കമ്പനികളിലാണെങ്കിലും അത് പ്രകടമായി നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതപരമായിട്ടുള്ള ആഘോഷമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്ത്യാനികൾ ഓണം അങ്ങനെ ആഘോഷിക്കാറുണ്ടോ എന്ന് സത്യസന്ധമായി നാം ഒന്ന് പരിശോധിച്ചാൽ പൊതുവെ അവർ അത്ര വ്യാപകമായി അത് ആഘോഷിക്കാറില്ല. കാരണം അവർക്കറിയാം അതൊരു മതാഘോഷമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ഒരു മതത്തിന്റെ ആഘോഷമാണ് എന്നതിന്റെ 1000 തെളിവുകൾ പറയാനുണ്ടായിരിക്കെ തന്നെ തൗഹീദിന്റെയും ഏകദൈവത്വത്തിന്റെയും വലിയ പാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത് അതറിയാതെ പോകുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ മതേതര മുഖം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം അപഹാസ്യമായ ഒന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ബഹുസ്വരത എന്നാണ് പറയാറുള്ളത്. മതേതരത്വം എന്ന മേലങ്കിയാണ് അതിന് ചാർത്താറുള്ളത്. ബഹുസ്വരത എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ആളുകൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും ഒന്നായി മാറലാണ് ബഹുസ്വരത എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്നായി മാറുന്നതിനല്ലല്ലോ ബഹുസ്വരത എന്ന് പറയുക. ബഹുവായിട്ടുള്ള സ്വരങ്ങൾ ഉണ്ടാവുന്നതിനാണ്. നിരവധിയായിട്ടുള്ള സ്വരങ്ങൾ ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനാണ് ബഹുസ്വരത എന്ന് പറയുക. എല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊന്നാണ്. ബഹുസ്വരത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് ബഹുസ്വരത എന്ന് പറയുന്നത്? വൈവിധ്യങ്ങളെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാമൂഹിക ഘടന ഉണ്ടാവുക എന്നതിനാണ് ബഹുസ്വരത എന്ന പേര് പറയുക. എല്ലാത്തരം വൈവിധ്യങ്ങളും അവിടെ ഉണ്ടാകും. ഭാഷ വ്യത്യസ്തമായിരിക്കും, നിറം വ്യത്യസ്തമായിരിക്കും, മതങ്ങൾ വ്യത്യസ്തമായിരിക്കും, പാർട്ടികളും സംഘടനകളും വ്യത്യസ്തമായിരിക്കും. പക്ഷെ ആ വൈവിധ്യങ്ങളെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാമൂഹിക ഘടന രൂപപ്പെടുന്നതിനാണ് ബഹുസ്വരത എന്ന് പറയുക. അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് ആ വൈവിധ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ എന്ന് അല്ലാഹു തആല പറയുന്നിടത്ത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ അള്ളാഹു പറയുന്നത് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളുടെ ഭാഷകളിലും നിങ്ങളുടെ നിറങ്ങളിലും വൈവിധ്യങ്ങൾ അള്ളാഹു തആല നൽകിയത് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമാണ്. അത് അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ഭൂമിയിൽ പ്രപഞ്ചത്തിൽ നൽകിയ ഒരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല സൂചിപ്പിക്കുന്നത് കാണാം. കുറെ മതങ്ങൾ ഉണ്ടാവുക, വ്യത്യസ്ത മനുഷ്യരുണ്ടാവുക. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ കവുങ്ങിന്റെ വൃക്ഷം മാത്രമാണുള്ളതെങ്കിൽ എത്ര അരോചകമായിരിക്കും ഈ പരിസ്ഥിതിയുടെ സംവിധാനം. അപ്പോൾ വൈവിധ്യങ്ങൾ ഒരു മോശമായി ദീനുൽ ഇസ്ലാം കാണുന്നില്ല എന്ന് മാത്രമല്ല, വൈവിധ്യങ്ങളെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സാമൂഹിക ഘടനയാണ് ലോകത്തുണ്ടാവേണ്ടുന്നത് എന്നാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഭൂമി ലോകത്ത് യുദ്ധം അനുവദിച്ച് ആ യുദ്ധാനുമതി നൽകിക്കൊണ്ട് അതിന്റെ ന്യായം പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നത് വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും ലിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കുന്ന യുദ്ധം അത് അനുവദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധമില്ലാത്ത ഒരു ലോകം, അഹിംസയുടെ ലോകം. അഹിംസ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ചില്ലിന്റെ കൂട്ടിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള വാക്കാണ് ഒരുപക്ഷെ അഹിംസ എന്ന വാക്ക്. പക്ഷെ മനുഷ്യന്റെ ചരിത്രത്തിൽ എവിടെയും പ്രായോഗികമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അഹിംസ എന്നുള്ളത്. ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അപ്പോൾ യുദ്ധങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്തിനാണ് യുദ്ധങ്ങൾ അനുവദിച്ചത് എന്ന ചോദ്യത്തിന് അല്ലാഹു തആല നൽകുന്ന ഉത്തരം
4 വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് അല്ലാഹു തആല അതിന്റെ ഉത്തരമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ജൂതന്മാരുടെ ദേവാലയങ്ങൾ, ക്രിസ്ത്യാനികളുടെ കനീസകൾ, മുശ്രിക്കീങ്ങളുടെ ആരാധനാലയങ്ങൾ, വിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന മസ്ജിദുകൾ, ഇവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് യുദ്ധം അനുവദിക്കപ്പെട്ടത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരാരാധനാലയവും തകർക്കപ്പെടാൻ പാടില്ല, ഒരു കനീസകളും തകർക്കപ്പെടാൻ പാടില്ല. ആ വൈവിധ്യങ്ങളെ പൊടിച്ചു മാറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് സാന്ദർഭികമായി നാം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന, എല്ലാവരുടെയും ആരാധനാ കർമ്മങ്ങൾ നിലനിൽക്കുന്ന, എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളുടെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന, വ്യത്യസ്തമായ ഭാഷകളും നിറങ്ങളും വർണ്ണങ്ങളുമുള്ള ഒരു മനോഹരമായ ലോകം എന്നതാണ് പടച്ചതമ്പുരാൻ ഈ ലോകത്തെ കുറിച്ച് തന്നെ മുമ്പോട്ട് വെക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് ഒന്നായി മാറുന്നതിന്റെ പേരാണ് മതേതരത്വം എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മുസ്ലിം ഉമ്മത്ത് രാവിലെ മുതൽ കടകളിൽ പർച്ചേസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള വേഷവിധാനങ്ങൾ മറ്റൊരു മതസമൂഹത്തിന്റെ ആഘോഷങ്ങളെ പേറിക്കൊണ്ട് നടക്കുന്നത് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാതിരിക്കാൻ വയ്യ. ബഹുസ്വരത സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ മുൻപന്തിയിലാണ്. മതേതരത്വത്തിന്റെ ആളുകളും പ്രഘോഷകരും പ്രചാരകരുമാണ് ഞങ്ങൾ എന്ന് ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിലും ഉണ്ടായത് കൊണ്ടാണ് ഓണം ദേശീയോത്സവമാണ് എന്ന് പറയുമ്പോഴേക്ക് ആകപ്പാടെ ചാടിപ്പിടിച്ച് അത് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം ഉമ്മത്ത് മതേതരത്വത്തിന്റെ പുറത്താകും, നമ്മൾ പായസം വിളമ്പിയില്ലെങ്കിൽ ആളുകൾ നമ്മളെ വേറെന്തെങ്കിലും കോലത്തിൽ കാണും എന്ന ചിന്താഗതി വരുന്നത് ഈ സാഹചര്യത്തിലാണ്. കഴിഞ്ഞ വർഷം ഈ ഓണത്തിന്റെ സമയത്ത് ഒരു സ്കൂളിലെ ടീച്ചറെ പുറത്താക്കി. ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണ് തിബിയാൻ എന്ന് പറയുന്ന ചെറിയ കുട്ടികൾ ഖുർആൻ പഠിക്കുന്ന ഒരു സ്കൂൾ. ആ സ്കൂളിലെ ടീച്ചറാണ് അവർ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഓണം ആഘോഷിക്കരുത്, കാരണം അതിന് ഒരു മതമുഖമുണ്ട്, ആ മതമുഖമുള്ളത് കൊണ്ട് നിങ്ങൾ ആഘോഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വളരെ മയത്തിൽ, ഒരു വർഗീയതയും പറയാതെ, ഒരു സാമൂഹിക വികാരവും അതിനകത്തില്ലാതെ ആശയപരവും ആദർശപരവുമായ ഒരു കൃത്യത വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ചൊല്ലിപ്പഠിക്കുന്ന കുട്ടികൾക്ക് നൽകി എന്ന കാരണത്താൽ മാത്രം വലിയ കലാപങ്ങൾ ഉണ്ടാക്കി കേരളത്തിൽ. ആരാണ് കലാപങ്ങൾ ഉണ്ടാക്കിയത്? കലാപങ്ങൾ ഉണ്ടാക്കുന്നവർ ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ വലിയ വക്താക്കളാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വലിയ കലാപങ്ങളും സമരങ്ങളും ഉണ്ടാക്കി. അവസാനം ക്ഷമാപണത്തിന്റെയും മാപ്പ് സാക്ഷിത്വത്തിന്റെയും മനോഭാവമുള്ള ഒരു മാനേജ്മെന്റാണ് സ്കൂള് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ആ സാധു ടീച്ചറെ അതിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടുന്നത്. ഇതല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടുന്നത്. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇതല്ല. ഓരോരുത്തർക്കും ആഘോഷങ്ങളുണ്ട്. ഓണം എന്ന് പറയുന്നത് മതസ്വഭാവമുള്ള ആഘോഷമാണ് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? തൃക്കാക്കരയപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്നതാണ് ഓണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാവുന്നത്. ഓണത്തിന്റെ പൂക്കളത്തിന് പോലും ഒരു മതമുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ടുള്ള കളികൾ, വിനോദങ്ങൾ ഒന്ന് പഠിച്ചു നോക്കൂ. അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു മതത്തിന്റെ അജണ്ടയും ആദർശവും ഉണ്ട്. ആചാരപരമായ അനുഷ്ഠാനപരമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആഘോഷത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഓണം. ഞാനിത് പറയുമ്പോൾ ഈ ഖുത്ബ കേട്ട ഒരുപക്ഷെ ആളുകൾ ഈ മതേതര വിരുദ്ധമായി ഓണത്തിനെതിരെ ഖുത്ബ നടത്തി എന്ന് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടക്കം പറയാം. പക്ഷേ പറയേണ്ടത് പറയാതിരിക്കാൻ തരമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബോധപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് ഒരു മതസ്വഭാവമുള്ള ആഘോഷമാണ്. ആ മതസ്വഭാവമുള്ള ആഘോഷം ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആളുകൾ കൈമാറുന്ന ആശംസയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അയൽപക്കത്തുള്ള മുസ്ലിം അല്ലാത്ത സുഹൃത്ത് ഓണസദ്യക്ക് വിളിച്ചാൽ ഞാനതിന് വരില്ല എന്ന് പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അങ്ങനെ ഓണസദ്യക്ക് വിളിച്ചാൽ ആ സദ്യ നിങ്ങൾ ഉണ്ണണം, അതും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഓണത്തിന്റെ യഥാർത്ഥ അധികാരികളും അവകാശപ്പെട്ട ആളുകളും അത് ആഘോഷിക്കുന്നതിന് മുമ്പ് ആഘോഷത്തിന്റെ മൂഡിലേക്ക് മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് വരിക, എന്നിട്ട് ഒന്നിച്ചാഘോഷിക്കുന്ന മനോഭാവം ഉണ്ടാവുക.
കേരളത്തിന്റെ ബഹുസ്വരതയുടെ അടയാളമാണ് യഥാർത്ഥത്തിൽ പള്ളിപ്പെരുന്നാളുകളും മസ്ജിദുകളിലെ ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും ഓണവും ക്രിസ്മസും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ വൈവിധ്യങ്ങളാണ്. ഇതെല്ലാവരും കൂടെ ആഘോഷിക്കാൻ നിന്നാൽ പിന്നെ ബഹുസ്വരതയ്ക്ക് എന്താണ് അർത്ഥമുള്ളത് എന്ന് സ്വാഭാവികമായെങ്കിലും നമ്മൾ പഠിക്കണ്ടേ. നമ്മുടെ മക്കളെ ആ അർത്ഥത്തിൽ നാം ബോധവാന്മാരാക്കണ്ടേ. മറിച്ച് ആഘോഷത്തിന്റെ മൂടിലേക്ക് സർവരും വരിക, എന്നിട്ട് ഒന്നിച്ചാഘോഷിക്കുന്ന മനോഭാവം സൃഷ്ടിക്കപ്പെടുക. ദീനിന്റെ അടിസ്ഥാനത്തിൽ ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സംഘങ്ങളുണ്ടാവും, നിങ്ങൾക്ക് കൂട്ടങ്ങളുണ്ടാവും, നിങ്ങൾക്ക് കമ്പനികളുണ്ടാവും. പക്ഷെ ദീനിന്റെ വർത്തമാനം ഇത് എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസിൻ എന്ന് വിശുദ്ധമായ ഖുർആൻ ഒരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് അവരുടെ മനോഭാവം. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പുള്ള അവസരമാണ്. അത് പരമാവധി മൂടാക്കി ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക, അത് പരമാവധി സുഖിച്ച് അർമാദിച്ച് ആനന്ദിച്ച് എന്തെല്ലാം ആഘോഷത്തിന്റെ ആരവങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുവന്നുള്ള ഒരു ആഘോഷത്തിന്റെ ലോകം സൃഷ്ടിക്കുക. ഖുർആൻ പറഞ്ഞു, ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസിൻ. മരണത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട് എന്നൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഇപ്പൊ നമ്മൾ മാറി നിന്നാൽ നമ്മൾ മതേതരത്വത്തിന്റെ പടിക്ക് പുറത്താകും. മരിച്ചു കഴിഞ്ഞാൽ നമ്മളിനി പുനർജീവിപ്പിക്കപ്പെടുമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ അത് അപ്പോൾ ആയിക്കോട്ടെ. വെറുതെ അതിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ തന്നെ ടെൻഷൻ അടിച്ച് ഈ ലോകത്തെ നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ് എന്ന മനോഭാവം ഇവിടെ ആസൂത്രിതമായി ലിബറൽ ചിന്താഗതികളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ് നിങ്ങൾ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ മതേതരത്വത്തിന്റെ വൈനറിക്ക് പുറത്ത് നിങ്ങൾ ചവിട്ടി മതിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളും കൂടി ആഘോഷിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹികളായി മാറും, ഈ രാജ്യത്തിന്റെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായി മാറും എന്ന ഒരു മനോഭാവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ മാനേജ്മെന്റുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, മുസ്ലിം സമൂഹം നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പോലും 100% മുസ്ലിം കുട്ടികളുള്ള 100% മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും ഓണം കെങ്കേമമായി ആഘോഷിക്കുന്നു. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ബഹുസ്വരത എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ ആഘോഷിക്കാനുള്ള അനുവാദം കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ കൂടി നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ അവകാശവും അധികാരവും ഇസ്ലാമും ദീനും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ മതേതര സ്വഭാവത്തിന്റെ ഭരണഘടനാപരമായ ആശയം വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ പോലും ഓരോരുത്തർക്കും അവരുടെ സ്വത്വ വിവേകങ്ങളിൽ നിന്നുകൊണ്ട് ആവിഷ്കാരങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട്. യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അവര് ദേശീയ ഗാനം പാടാറില്ല, അവര് പതാക ഉയർത്താറില്ല. ദേശീയ ഗാനം പാടാതെ, ദേശീയ പതാക ഉയർത്താതെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ യഹോവ സാക്ഷികൾ. എന്ന് പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കൂളിൽ നിന്ന് അതിന്റെ പേരിൽ കുട്ടികളെ പുറത്താക്കിയപ്പോൾ അവർ കേസിന് പോയി. സുപ്രീം കോടതി അവർക്ക് അനുവാദം കൊടുത്തു. ഇവരത് മതത്തിന്റെ പേരിലാണ്, മതപരമായ വിശ്വാസത്തിന്റെ പേരിലാണ്. ദേശീയ പതാക ഉയർത്താൻ അവർ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ ദേശീയ പതാക പാടുന്നില്ല എന്നാണ് അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ പേരിൽ. അങ്ങനെ ഒരു തീരുമാനമുണ്ട് എങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് കുട്ടികളെ പുറത്താക്കാൻ അവകാശമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കാൻ പറഞ്ഞ ഒരു രാജ്യത്ത് നിന്നാണ് ഓണം ആഘോഷിച്ചില്ലെങ്കിൽ മതേതരത്വം വ്രണപ്പെട്ടു പോകും എന്ന് വല്ലാതെ സങ്കടപ്പെടുന്ന മുസ്ലിം മതത്തിന്റെ മക്കൾ ലൈനായി റോഡിലൂടെ അവർ വസ്ത്രവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് അവർ ഈ അർത്ഥത്തിൽ ഓണം ആഘോഷിക്കാനുള്ള മൂഡിൽ അവരതിനെ ഏറ്റെടുക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ മതേതരത്വത്തിന്റെ ഈ പറയുന്ന വല്ലാത്ത ഒരു മൂടുപടം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഏതോ അർത്ഥത്തിൽ തീരുമാനിച്ചുകൊണ്ട് ഇസ്ലാമിനെ അപകർഷതാബോധത്തോടുകൂടി മാപ്പ് സാക്ഷ്യത്വത്തിന്റെയും ക്ഷമാപണത്തിന്റെയും മേലൊക്കെയാണ് ഇസ്ലാം എന്ന പേരിൽ നമ്മൾ അണിയുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായിട്ടും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം ചില ബൈനറികൾ നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ ദീനുൽ ഇസ്ലാം ചില അതിർത്തികൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് തൗഹീദിന്റെ ബൈനറിയാണ്. ശിർക്കും കുഫ്റും തമ്മിലുള്ള വിവേചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
സത്യനിഷേധികളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വല്ലദീന കഫറൂ യതമത്തഊന വയൽകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. സത്യനിഷേധികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവരുടെ പ്രകൃതം എന്തെന്നറിയുമോ? വല്ലദീന കഫറൂ യതമത്തഊൻ, പരമാവധി ആസ്വദിച്ച് ജീവിക്കുക. വയൽകുലൂന കമാ തഅകുലുൽ അൻആം, കന്നുകാലികൾ തിന്നുന്നത് പോലെ തിന്ന് ജീവിക്കുക. വന്നാറു മസ്വൽ ലഹും, അവരുടെ ആസ്വാദ്യം അത് നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തപ്പെടുന്നതല്ല ഇസ്ലാം. ഇസ്ലാമിന് മനുഷ്യന്റെ വളരെ കൃത്യമായ അവന്റെ ജീവിതത്തിന് ചില ബൗണ്ടറികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് തൗഹീദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഏകദൈവത്വം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അതിൽ കോംപ്രമൈസ് ചെയ്തില്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വലിയ സമ്പത്ത് തരാം, പ്രവാചകരെ താങ്കൾക്ക് വേണമെങ്കിൽ സുന്ദരിയായ ഒരു പെണ്ണിനെയും മക്കയിൽ നിന്ന് വിവാഹം കഴിച്ചു തരാം, താങ്കളുടെ നിലപാടുകളിൽ ഒരൽപ്പം കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യനിഷേധികളെ അഭിസംബോധന ചെയ്ത് റസൂൽ പറഞ്ഞ വാചകം ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, ഞാൻ എന്റെ ദീനുമായി ജീവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനുമായി ജീവിക്കാം എന്നാണ്. നമ്മുടെ ദൈനംദിന സാധുക്കളുടെ ഫണ്ടിലേക്ക് ആത്മാർത്ഥമായി എല്ലാവരും സഹകരിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും ഈ കളക്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി അതിലെ ഹൃദയം തുറന്ന് സമീപിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞാൻ എന്റെ ദീനുമായി ജീവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി ജീവിക്കാമല്ലോ. നിങ്ങളുടെ മതം പാടില്ലെന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ മുസ്ലിമീങ്ങൾ, നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാം, ഇത് വൈവിധ്യത്തിന്റെ ഭാഗമാണ്, അത് ബഹുസ്വരതയുടെ ഭാഗമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായ ആഘോഷത്തെ എടുത്തണിയാം, ഞങ്ങളതിന് തടസ്സം നിൽക്കുന്നില്ലല്ലോ. ലക്കും ദീനുക്കും വലിയ ദീൻ, ഇതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. ഞാൻ എന്റെ ദീനിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, എന്റെ ഇസ്ലാമികമായ ഉള്ളടക്കത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, ഞാൻ എന്റെ ദീനിന്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട എല്ലാ ബൈനറികളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം. സത്യനിഷേധികളുടെ മുഖത്ത് നോക്കി ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സമർപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദിന്റെ ഉള്ളടക്കത്തിൽ ജീവിതത്തെ നിയന്ത്രിച്ചു നിർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്കും ആ മക്കളെ ആ അർത്ഥത്തിൽ നിയന്ത്രിപ്പിച്ച് നിർത്താൻ നമ്മുടെ മക്കളെയും പരുവപ്പെടുത്താനുള്ള വിവേകം മുസ്ലിം ഉമ്മത്ത് കാണിക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ മാസം കൂടിയാണിത്, നബിദിനമാണ്. നബിദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള സന്ദർഭമായിരിക്കുമെന്നത് വളരെ സ്വാഭാവികമാണ്. വമാ അർസൽനാകും ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീനാണ് താങ്കൾ, ഈ ലോകത്തിന് താങ്കളെ കാരുണ്യപൂർവ്വം നിയോഗിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായും റബീഉൽ അവ്വൽ വരുമ്പോൾ ഈമാനുള്ള വിശ്വാസികളൊക്കെ അവർക്ക് വലിയ സന്തോഷമുണ്ടാവും. അതിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ സ്വഭാവ പ്രകൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന കാര്യമാണ് എന്ന കാര്യത്തിൽ നമുക്കതിനെ ഒരിക്കലും നിഷേധിച്ചു തള്ളാൻ സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം സമീപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം നടന്ന സന്ദർഭത്തിൽ ആ നിലയ്ക്ക് സന്തോഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അങ്ങനെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ ആയാൽ നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല. ആ അർത്ഥത്തിലുള്ള സ്വഭാവവും ആ നിലപാടും യഥാർത്ഥത്തിൽ ശരിയല്ല എന്നതാണ്. പക്ഷേ
ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം പറയുന്ന പ്രത്യേകമായ റബീഉൽ അവ്വൽ മാസത്തിലോ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന പ്രത്യേക ദിവസത്തിലോ ഏതെങ്കിലും കൃത്യമായ അനുഷ്ഠാനങ്ങൾ നമ്മുടെ മുമ്പിൽ ദീൻ പഠിപ്പിച്ചിട്ടില്ല എന്നത് നേരാണ്. അതുകൊണ്ട് ആരാധനാപരമായ മനോഭാവത്തോടുകൂടി റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിന് പ്രത്യേകമായ പുണ്യം നൽകുമെന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആഘോഷിക്കുക എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ ഒരു ന്യായവും കാണാൻ കഴിയില്ല. ദുൽഹജ്ജിൽ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. പക്ഷെ റബീഉൽ അവ്വലിൽ അങ്ങനെ പ്രവാചക ജനനത്തോടൊപ്പം പ്രത്യേകമായ കർമ്മങ്ങൾ ദീനുൽ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചിട്ടേ ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദിന്റെ വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലപാടാണ് അദ്ദേഹം തൗഹീദിന്റെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. വകദാലിക മാ യുഹദിസുഹു ബഅദുൻ നാസി ഇമ്മാ മുലാഹാതൻ അന്നസാറാ ഫീ മീലാദി ഈസാ വഇമ്മാ മഹബ്ബതൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅദീമൻ വല്ലാഹു ഖദ് യുസീബുഹും അലാ ഹാദിഹിൽ മഹബ്ബതി വൽ ഇജ്തിഹാദി ലാ അലൽ ബിദ്ഇ ഫി ഇത്തിഖാദി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ. അദ്ദേഹം വളരെ സുപ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ റബീഉൽ അവ്വലിൽ വിശ്വാസികളുടെ നിലപാടെന്ത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? വകദാലിക മാ യുഹദിസുഹു ബഅദുൻ നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് പുതിയ ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്, ചില പുതിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ച ആളുകൾ. ഇമ്മാ മുലാഹാത്തൻ നസാറാ ഫീ മീലാദി ഈസാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനം ഈസാ നബിയുടെ ജന്മദിനം ആയി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് പോലെ വഇമ്മാ മഹബ്ബതൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും തഅലീമും, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും ആദരവും, ഇത് രണ്ടും കാരണത്താൽ ആ ദിവസങ്ങളിൽ ചില പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ച് പറഞ്ഞത് വല്ലാഹു ഖദ് യുസീബുഹും അലാ ഹാദിഹിൽ മഹബ്ബതി വൽ ഇജ്തിഹാദ്. അവരുടെ ഈ കണ്ടെത്തലിനും അവരുടെ ഈ സ്നേഹപ്രകടനത്തിനും ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകിയേക്കാം. ലാ അലൽ ബിദ്ഇ ഫി ഇത്തിഖാദി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ആഘോഷം എന്ന നിലയ്ക്ക് പ്രത്യേകമായ കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നിശ്ചയിച്ചുകൊണ്ട് ആ സ്വഭാവത്തിൽ കൊണ്ടാടുന്ന ബിദ്അത്ത്, അത് ആ അർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ദിവസത്തിൽ ഒരു വിശ്വാസിയുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അതിന് വലിയ തോതിലുള്ള ഇസ്ലാം വിരുദ്ധ കാര്യമായി പറയേണ്ടതില്ല എന്നുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലുള്ള അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കൃത്യമായ അനുഷ്ഠാനാചാരങ്ങൾ ആ ദിനത്തിൽ ദീനുൽ ഇസ്ലാം അതിന് കൂട്ടുനിൽക്കുന്നില്ല, അതിന് ന്യായമില്ല. പക്ഷേ അവരുടെ സ്നേഹപ്രകടനത്തിന് പടച്ചവൻ പ്രതിഫലം നൽകുമെന്നാണ്. ഒന്നുകിൽ കുല്ലു ശൈഇൻ എല്ലാം, അല്ലെങ്കിൽ ലാ ശൈഇ ഒന്നുമില്ല എന്ന അവസ്ഥയല്ല, മറിച്ച് വളരെ സന്തുലിതമായ സമീപനം, റബീഉൽ അവ്വലിൽ പക്വമായ സമീപനം വിശ്വാസ സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഇമാം ബൂസീരി അദ്ദേഹത്തെ അവിടുത്തെ കുറിച്ച് പറഞ്ഞതുപോലെ മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലൽ ഖദമി. ആരാണ് റസൂൽ? റസൂൽ ആരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ അബദ്ധമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഘോഷിക്കുന്ന അർത്ഥത്തിലേക്ക്, അത്യാഘോഷിക്കുന്ന അർത്ഥത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടെത്തിച്ചത്. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു ചിത്രം ഇമാം ബൂസീരി നമ്മുടെ മുമ്പിൽ നൽകുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, അറബികളാവട്ടെ അനറബികളാവട്ടെ എല്ലാ മനുഷ്യരുടെ കൂട്ടത്തിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമാണ് എന്ന വിഷയത്തിൽ സംശയമില്ല. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, ഈ ഭൂമിയിൽ
രണ്ട് കാലുകൊണ്ട് നടന്നു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അനുഗ്രഹീതനായ വ്യക്തി ആരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇമാം ബുസീറി റഹ്മത്തുള്ളാഹി അദ്ദേഹം തുടർന്ന് പാടുന്നുണ്ട്, മുഹമ്മദുൻ ബാസിത്തുൽ മഅറൂഫി ജാമിഅതൻ മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നന്മകളുടെയും കേന്ദ്രമായി വർത്തിച്ച വ്യക്തിത്വമായിരുന്നു മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി. ഈ ലോകത്ത് ഇഹ്സാൻ എന്ന് പറയുന്ന, നന്മ എന്ന് പറയുന്ന, ജീവിതത്തിന്റെ മാന്യത എന്ന് പറയുന്ന, ജീവിതത്തിന്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമ്പൂർണമായി ഉൾക്കൊണ്ട വ്യക്തിത്വത്തിന്റെ, അനശ്വരമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ താജു റസൂലില്ലാഹി ഖാതിബതൻ മുഹമ്മദുൻ സാദിഖുൽ അഖ്വാലി വൽ കലിമി. അല്ലാഹുവിന്റെ റസൂൽ, നബുവത്ത്, റിസാലത്ത്, അല്ലാഹുവിന്റെ റസൂൽ എന്ന ആ പദവി, അതിന്റെ കിരീടം കൊണ്ട് അലങ്കരിക്കപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സാബിതുൽ മീസാഖി ഹാഫിളുഹു മുഹമ്മദുൻ തയ്യിബുൽ അഖ്ലാഖി വശിയമി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ കരാറുകളും എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് കരാറ് പാലിക്കുന്ന വ്യക്തിയായിരുന്നു. റസൂലിന്റെ സ്വഭാവ ഗുണങ്ങൾ ഇമാം ബുസീറി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്ത് ജനിച്ച ദിവസം എന്ന നിലയ്ക്ക് സ്വാഭാവികമായ സന്തോഷ പ്രകടനങ്ങൾക്കപ്പുറം വിദഅത്തിലേക്കും അനാചാരങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാന മുറകളിലേക്കും മാറിപ്പോകുന്ന ഈ അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എങ്ങനെ പോയി എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ പിന്നിൽ ചെറിയ ചില പിഴവുകളുണ്ട്. റസൂലുള്ളാഹിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ആ ചരിത്രത്തിന്റെ അടരുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളും അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന ആവിഷ്കാരങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചില സ്ഖലിതങ്ങളും വീഴ്ചകളും സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് റസൂലിനെ വെറും ബാഹ്യമായ രൂപത്തിൽ നമ്മൾ ആഘോഷിക്കാറുള്ളത്. ആന്തരികമായി പ്രവാചകനെ പുൽകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നാം വികാസം പ്രാപിക്കാതിരുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അടയാളപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൂടുതലും കാണാവുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ യുദ്ധ ചരിത്രങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ആകപ്പാട് നടന്നത് കുറെ ബദറും മുഹദും ഖന്തക്കും ഹുനൈനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന്റെ ചില സ്ഖലിതങ്ങളുണ്ട്. ആ സ്വഭാവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം പല രൂപത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ യുദ്ധങ്ങൾ എന്ന് പറയുന്ന പോരാട്ടങ്ങൾക്ക് മാറ്റിവെച്ച സമയം മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നബുവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 23 വർഷമാണ്. ആ 23 വർഷക്കാലത്തിൽ റസൂൽ എത്ര കാലമാണ് യുദ്ധം ചെയ്തത് എന്ന് പരിശോധിച്ചാൽ ചരിത്രപരമായ യുദ്ധങ്ങളുടെ ദിവസങ്ങളും മണിക്കൂറുകളും നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ 3 മാസം പോലും ആകെ കൂടി ഉണ്ടാവില്ല. 23 വർഷത്തിൽ 3 മാസ കാലയളവ് മാത്രമാണ് യുദ്ധങ്ങൾ എന്ന അർത്ഥത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ നമുക്ക് പഠിക്കാൻ കഴിയുക. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധങ്ങൾക്ക് വേണ്ടി 3 മാസങ്ങൾ പോലും 23 വർഷത്തിൽ മാറ്റിവെച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ യുദ്ധങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല, മറിച്ച് അനിവാര്യ ഘട്ടങ്ങളിൽ, യുദ്ധങ്ങളുടെ അനിവാര്യ സന്ദർഭങ്ങളിൽ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണത്തെക്കുറിച്ചൊക്കെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ആ അനുവാദത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഗസ്വത്ത് എന്ന് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്ന 27 28 യുദ്ധങ്ങളുണ്ട്. അതിൽ 9 നമ്മൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതൊന്നും യുദ്ധമേ അല്ല എന്ന് റസൂലിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോരാട്ടം നടന്നിട്ടില്ല, രണ്ടാളുകൾ തമ്മിലുള്ള ചെറിയ സംഘട്ടനം നടന്നു, ഒരു തുള്ളി രക്തം പോലും വീണിട്ടില്ല. ആ സംഭവത്തെ പോലും യഥാർത്ഥത്തിൽ യുദ്ധം എന്നാണ് ചരിത്രകാരന്മാർ പരിചയിച്ചതും നാം വായിച്ചു മനസ്സിലാക്കിയതും. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ പ്രതിരൂപമെന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ ഹുദൈബിയ സന്ധിയെ പോലും യുദ്ധചരിത്രങ്ങളുടെ കൂട്ടത്തിലാണ് ചരിത്രകാരന്മാർ എഴുതിയത് എന്നിടത്ത് തുടങ്ങി യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നാം പഠിച്ച ഒന്നാമത്തെ സ്ഖലിതം അള്ളാഹുവിന്റെ റസൂൽ പങ്കെടുത്ത യുദ്ധമായിരുന്നില്ല. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിലാണ് റസൂലിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്,
നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ നഷ്ടം പറയുന്ന, അങ്ങേയറ്റത്തെ നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന ഒരു കരാറിൽ റസൂലെ ഒപ്പുവെക്കുകയാണോ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചരിത്രങ്ങളൊന്ന് പരിശോധിച്ച് ഒന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ സമയക്കൂടുതൽ കൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓറിയന്റലിസ്റ്റുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ യുദ്ധപുതിയനായിരുന്നു, പടച്ചോൻ കാക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീലോലുപനായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈ രണ്ട് ആരോപണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശത്രുക്കൾ പോലും കല്ലുവെച്ച നുണകളാണ് പറയുന്നത്. റസൂലിന്റെ ചരിത്രം പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും വലിയ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നുവെന്നും എന്തിനായിരുന്നു നിയോഗിക്കപ്പെട്ടത് എന്നും വളരെ പ്രൊഡക്റ്റീവായ, വളരെ പോസിറ്റീവായ സ്വഭാവത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തെ ചരിത്ര പഠനത്തിന് ഉപയോഗപ്പെടുത്തുക എന്നതാണ് റസൂലിനെ ആഘോഷിക്കുന്നതിന്റെ ഒന്നാമത്തെ പടി എന്നതാണ് നാം തിരിച്ചറിയേണ്ടുന്നത്. അനിസ്ലാമികമായ പ്രവണതകളും ഓണം അത് മതത്തിന്റെ ഭാഗം തന്നെയാണ്. തൃക്കാക്കരയപ്പനെയും ഒന്നും മാറ്റിവെച്ചുകൊണ്ട് ആഘോഷിക്കാൻ കഴിയാത്ത ഒരു ഓണം കൂടാണ് നിലവിലുള്ളത്. മുസ്ലിം മത്ത് അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എത്ര പക്വതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മുടെ തൗഹീദിന്റെ പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആ അർത്ഥത്തിൽ റബീഉൽ അവ്വൽ ഉൾക്കൊള്ളലല്ല, അതിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠങ്ങളെ പുറന്തള്ളലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് ശക്തിയുക്തം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.